നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പേഴ്സൻ്റെ കൂടെ പോയ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. അത് ആദ്യം തന്നെ പറയട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രമേ സ്വീകരിക്കാവൂ. അല്ലാത്തതൊക്കെ വിട്ട് കളയണം. നെഗറ്റീവിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് റെസൊണേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ, ആ റിലേഷൻഷിപ്പിൽ യഥാർത്ഥത്തിലുണ്ടായ പ്രശ്നം എന്താണെന്ന് അറിയുവാൻ പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഉണ്ടായ പ്രശ്നം എന്താണെന്നറിയാം, പക്ഷേ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ റിച്വലിൻ്റെ ആണ് ആവശ്യമുള്ളത്. ആ ഒരു പേഴ്സണൽ റിച്വൽ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും എന്താണ് നടക്കുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നത് വളരെയധികം അത്യാവശ്യമാണ്. അത് സോൾവ് ചെയ്യാൻ വേണ്ടി, അതായത് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ റിച്വൽസ് ഉപയോഗിക്കേണ്ടതും അത്യാവശ്യമാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ റിച്വൽസ് ചെയ്യുവാൻ വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയുടെ അവസാനം ഒരു സിമ്പിളായിട്ടുള്ളൊരു റിച്വൽസ് കാണിക്കുന്നുണ്ട്. ഇത് എപ്പോഴും കാണിക്കുന്നത് പോലുള്ളൊരു റിച്വലേ അല്ല. പേനയോ പേപ്പറോ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആ ഒരു റിച്വൽ എന്താണെന്ന് അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുവാനും 24 hours നിങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വരുവാൻ വേണ്ടിയിട്ടും, ഏതൊരാളെ നോക്കിക്കഴിഞ്ഞാൽ പോലും അത് നിങ്ങളാണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ചിന്തകൾ പോലും വരുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് സോർഡ്സ്, ജസ്റ്റിസ്, കിങ് ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ് കാർഡ്, Queen of Wands, Ace of Wands, the Lovers card, Two of Pentacles, Two of Swords, Two of Cups, the Moon card, Five of Cups, Seven of Pentacles, the Hanged Man, Two of Wands, Three of Swords, Seven of Pentacles. Seven of Pentacles ൻ്റെ രണ്ട് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. The Magician, Seven of Swords, Ace of Wands, Ten of Swords, Four of Wands, Knight of Cups, Queen of Cups. ബോട്ടം ഓഫ് ദ ഡെക്സ് ആയിട്ട് വന്നിരിക്കുന്ന സ്ട്രെങ്ത് കാർഡും ദ വീൽ ഓഫ് ഫോർച്യൂണും ആണ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളെന്ന വ്യക്തി പല തവണയായിട്ട് ആലോചിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങളുടെ കയ്യിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ പണം വാങ്ങിച്ചത് എന്നുള്ളത്. നിങ്ങൾക്ക് കുറേ ആയിട്ടും ആലോചിച്ചിട്ടും നിങ്ങൾക്ക് കിട്ടാത്തൊരു ഉത്തരമായിട്ട് ഇപ്പോഴും അത് കിടക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ സംശയമുണ്ട്. നിങ്ങളിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ വാങ്ങിച്ച പണമൊക്കെ മറ്റാർക്കോ കൊണ്ടു കൊടുക്കുകയായിരുന്നോ എന്ന സംശയം. പക്ഷെ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തുള്ള നിങ്ങൾക്കൊരു വിശ്വാസവും സ്നേഹവുമുണ്ട്. വിശ്വാസത്തിനേക്കാൾ ഏറെ നിങ്ങൾക്കുള്ളത് സ്നേഹമാണ്. ആ ഒരു സ്നേഹം ഒരിക്കലും നിങ്ങളുടെ പേഴ്സണിനെ അവിശ്വസിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്ന് തന്നെ പറയാം, ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും ഒരുപാട് പണം വാങ്ങിച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടായിരിക്കില്ല അത് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾ കൊടുക്കേണ്ട, അതായത് നിങ്ങളുടെ മനസ്സിൽ അവർക്ക് പണം നൽകണം എന്നുള്ളൊരു സിറ്റുവേഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ. നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു ദുഃഖാവസ്ഥ പറയുകയോ എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് പറയുകയോ പണമില്ലാത്തൊരവസ്ഥ പറയുകയോ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് ഡയറക്റ്റായിട്ടല്ല ആ ഒരു വ്യക്തി ചോദിച്ചത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വിഷമം പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ അവർക്ക് പണം കൊടുക്കേണ്ട സ്റ്റേജിലേക്ക് എത്തിക്കാം
എന്ന് ഈ ഒരു പേഴ്സണ് നല്ല വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനെ കൺവേർട്ട് ചെയ്ത് ആ വ്യക്തിക്ക് എടുക്കാൻ അറിയാം. പണം കൊടുക്കുന്ന സ്റ്റേജിലൊക്കെ എങ്ങനെ എത്തിക്കണം എന്ന് ആ വ്യക്തിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് മാറ്റി നിങ്ങൾ ഒരുപാട് സാമ്പത്തികം കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ വ്യക്തി നിങ്ങളെ എത്തിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ തന്നെ ഒരുപാട് തവണ ചിന്തിച്ചിട്ടുണ്ട്, ഈ വ്യക്തി നിങ്ങൾ പണം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണോ ഇതുപോലെയുള്ള കള്ളങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് തന്നെ അറിയാം, പലതവണ നിങ്ങൾക്ക് തന്നെ സംശയം തോന്നിയിട്ടുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നത് കള്ളങ്ങളാണോ എന്ന്. പക്ഷെ അത് കള്ളമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ വ്യക്തിയെടുത്തുള്ള നിങ്ങളുടെ സ്നേഹം കൊണ്ടിട്ടാണ് നിങ്ങൾ ആ ഒരു വ്യക്തി പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ കള്ളമാണെന്നും ചതിയാണെന്നും വിശ്വസിക്കാത്തത്. ഇത്രയും കാലം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ആ വ്യക്തി നിങ്ങളെ സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്തെന്നും നിങ്ങളെ ചതിച്ചു. അതായത് നിങ്ങളുടെ സ്നേഹത്തെ അവർ മുതലെടുത്ത് നിങ്ങളെ ചതിച്ചു എന്ന സത്യം നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഓൾമോസ്റ്റ് ഒരു ബ്രേക്കപ്പ് പറഞ്ഞിട്ട് ആ ഒരു വ്യക്തി പോയി എന്നും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളെ വേണ്ട, അവർ നല്ലൊരു ജീവിതം ജീവിക്കാൻ പോവുകയാണ്, നിങ്ങളുടെ അടുത്ത് ഉള്ള സ്നേഹത്തിനേക്കാൾ ഏറ്റവും വലുത് ആ ഒരു തേർഡ് പേഴ്സൺ ആണ്, ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഓപ്ഷനായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ കാണുന്നത്. അവർ വിചാരിച്ചിരിക്കുന്നത് അവർ ചെയ്തത് വളരെയധികം ശരിയാണ്. തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയെടുത്ത് ഒരുപാട് സ്നേഹമുണ്ട്. ഇതൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിരിക്കുന്നത്. ഇനി തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയോട് കാണിച്ച യഥാർത്ഥ സ്നേഹമാണോ എന്ന് നമുക്കിവിടെ നോക്കാം. ഇവിടെ ആക്ച്വലി ഈ ഒരു തേർഡ് പേഴ്സൺ ആവശ്യമുള്ളത് ഒരു ലക്ഷറി ലൈഫായിരുന്നു. നിങ്ങളുടെ വ്യക്തി ഒരുപാട് തവണ ഈ ഒരു തേർഡ് പേഴ്സണെ സാമ്പത്തികപരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ വിചാരിച്ചത് ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്നാണ് സാമ്പത്തികം വാങ്ങിച്ചത് എന്ന് ഈ ഒരു തേർഡ് പേഴ്സണിനെ നിങ്ങളുടെ വ്യക്തി ഒരിക്കലും അറിയിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ കരുതിയത് എന്തായിരുന്നു? നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ സാമ്പത്തികം ഉണ്ട്, അവരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് പേഴ്സണിൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്താം, ഇതായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ നിങ്ങളുടെ വ്യക്തി കരുതിയിരുന്നത് ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സണിന് നിങ്ങളുടെ വ്യക്തിയോട് സ്നേഹമുണ്ട്. പക്ഷെ അവർ ഒരിക്കലും കരുതിയിരുന്നില്ല, നിങ്ങളുടെ സ്നേഹം അവർ മനസ്സിലാക്കിയില്ലല്ലോ. നിങ്ങളിൽ കാണാത്ത എന്ത് സ്നേഹമാണ് ഈ ഒരു തേർഡ് പേഴ്സണിൽ ഉള്ളത് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഈശ്വരൻ കൊടുത്തില്ല എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളെ ഇവിടെ നല്ല രീതിയിൽ ചതിച്ചതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചിരുന്ന സമയത്ത് നിങ്ങളുമായിട്ടും നിങ്ങളുടെ പേഴ്സൺ കോണ്ടാക്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ നല്ല രീതിയിൽ ചതിച്ചിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു ട്രാപ്പിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇവിടെ തേർഡ് പേഴ്സണിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് എന്തൊക്കെയോ സംശയം തോന്നി തുടങ്ങിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് തേർഡ് പേഴ്സണ് പലപ്പോഴും പല ക്യാരക്ടറാണ്. ഒരു സമയത്ത് ഒരു സ്നേഹം കാണിക്കുന്നുണ്ട്, മറ്റ് സമയത്ത് എന്തൊക്കെയോ ഒരു ദുരൂഹത നിറഞ്ഞൊരു സ്വഭാവമാണ് ഈ ഒരു തേർഡ് പേഴ്സൻ്റേത്. അത് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായി. പക്ഷേ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട് തേർഡ് പേഴ്സൻ്റെ ഏത് ക്യാരക്ടറാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളത്. കാരണം പണ്ട് എങ്ങനെയായിരുന്നു ഈ ഒരു തേർഡ് പേഴ്സൻ്റെ സ്വഭാവം? അതായത് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്ന ആ ഒരു നിമിഷം വരെ തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ എന്തായിരുന്നോ അതല്ല നിങ്ങളുമായിട്ട് ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്തിട്ട് ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടൊരു ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ നിങ്ങളുടെ വ്യക്തി ഈ തേർഡ് പേഴ്സണിൽ നിന്നും കാണുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്. ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയത് അല്ലെങ്കിൽ ഒരു കല്യാണം നടന്നത് അല്ലെങ്കിൽ ഒരു ലിവിങ് ടുഗെദർ ആയത് അബദ്ധമായി പോയോ എന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെന്ന പേഴ്സൻ്റെ എനർജി ആയിട്ട് ഇവിടെ കാണുന്നത് നിങ്ങളിപ്പോഴും സിംഗിളായിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കല്യാണാലോചന വന്നിട്ടുണ്ടാവാം. നിങ്ങളെന്ന വ്യക്തിക്ക് ഒരുപാട് സാഹചര്യമുണ്ട് മറ്റൊരു വ്യക്തിയെ തിരക്കി പോകുവാൻ, അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് പ്രപ്പോസൽ വരുന്നുണ്ട്. നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറേ പ്രപ്പോസൽസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മറ്റേ ആ ഒരു സ്നേഹമുള്ള നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള സ്നേഹം കാരണം നിങ്ങൾക്ക് വേറൊരു പുരുഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കുറിച്ചിട്ടോ നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കുന്നില്ല. വേറൊരാളോട് റിലേഷൻഷിപ്പ് തുടങ്ങുന്നത് പോലും നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയവും ഉണ്ട്. കാരണം
ആദ്യത്തെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്തിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളെ ചതിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു മറ്റൊരു റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ രീതിയിലുള്ളൊരു ചതിവ് നിങ്ങൾക്ക് കിട്ടുമോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ഏറ്റുവാങ്ങാനുള്ളൊരു ത്രാണി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പിൽ പോകാനും താല്പര്യമില്ല. അതിൽ ഏറ്റവും കൂടുതലായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ വ്യക്തിയോടുള്ള സ്നേഹം തന്നെയാണ്. നിങ്ങളുടെ അവർ എന്തൊക്കെ ചതിച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ കള്ളം പറഞ്ഞാലും നിങ്ങളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉപദ്രവിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ചിട്ടല്ലാതെ മറ്റൊരു വ്യക്തിയെ കുറിച്ചിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു സ്ത്രീയുമായിട്ടോ മറ്റൊരു പുരുഷനുമായിട്ടോ ഒരു മോശപ്പെട്ട ചാറ്റിംഗ് നടത്തുന്നതൊക്കെ നിങ്ങൾ ഫോണിൽ കണ്ടിട്ടുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയോ തെളിവുകൾ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മറ്റൊരാളുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് നടന്നതായിട്ടുള്ളതിൻ്റെ തെളിവുകൾ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. കിട്ടിയിട്ട് പോലും നിങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അത് നിങ്ങളുടെ പേഴ്സൺ ചെയ്തതാണ്. നിങ്ങളുടെ പേഴ്സണിന് മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. അത് നിങ്ങൾക്കറിയാം അതാണ് സത്യം. എന്നിരുന്നാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കാതിരുന്നത് നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടിട്ടാണ്. ഇവിടെ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന കുറച്ച് പേര് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടും നല്ല രീതിയിൽ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ നിങ്ങൾ ലാസ്റ്റ് വെറുപ്പിച്ചു. കാരണം നിങ്ങൾക്ക് ഏറ്റവും വലുത് നിങ്ങളുടെ വ്യക്തി തന്നെയായിരുന്നു. ഇവിടെ പേരൻസ് ആവാം നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടത്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം. പക്ഷെ നിങ്ങളിപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ആര് പറഞ്ഞിട്ടും നിങ്ങൾ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് ആരെടുത്തും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചൊന്ന് സങ്കടപ്പെടാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ട്രാപ്പിൽ അകപ്പെട്ടു പോയി. അവർക്ക് അത് ഉപേക്ഷിക്കാനും സാധിക്കുന്നില്ല, തിരിച്ചു വരാനും സാധിക്കുന്നില്ല. അവരുടെ പണം ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കയ്യിൽ ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചത് തരാം എന്ന് പറഞ്ഞിട്ടായിരിക്കാം. ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ചിലവിലാണ് ഈ ഒരു തേർഡ് പേഴ്സൺ കഴിയുന്നത് എന്നും ഇവിടെ പറയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ ഇവിടെ വളരെ മോശമായിട്ടും കാണുന്നുണ്ട്. തേർഡ് പേഴ്സണിന് ഒരുപാട് റിലേഷൻഷിപ്പ് ഉള്ളതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് കാണുന്നത് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും പണം വാങ്ങിച്ചു ഈ ഒരു തേർഡ് പേഴ്സണിന് കൊടുത്തു. ഇവിടെ കാണുന്നത് തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് മറ്റെന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കള്ളം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചത് പണങ്ങളല്ല. അവർ അത് മറ്റെന്തോ, അതായത് അവർക്ക് സന്തോഷം കിട്ടുന്ന കുറേ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്തു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി ശരിക്കുമുള്ള പണം നഷ്ടപ്പെട്ടത് നിങ്ങളുടേതാണ്. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതോ അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങൾക്കായിട്ട് തന്ന ആ ഒരു പണമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്കാണ് ശരിക്കും സങ്കടമുള്ളത്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയാണെങ്കിലോ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ ആണെങ്കിലോ യഥാർത്ഥത്തിൽ അവർ അധ്വാനിച്ച പണമേ അല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾക്കാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഇതൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു പണി ഈശ്വരൻ കൊടുത്തത് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. ശരിക്കും നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒന്ന് മൂവ് ഓൺ ചെയ്യാനോ ഒന്ന് എതിർത്ത് പോട്ടെ, നിങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഒന്ന് എതിർത്ത് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ വ്യക്തിക്ക്. ഇവിടെ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു തേർഡ് പേഴ്സൻ്റെ അടിമയായിട്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഒന്നും ചോദ്യം ചെയ്യാൻ സാധിക്കുകയില്ല. തേർഡ് പേഴ്സൺ മിക്ക സമയങ്ങളിലും നിങ്ങളുടെ വ്യക്തിയെ ഇവിടെ ടോർച്ചർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത്. ഇതിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷെ നിങ്ങളുടെ വ്യക്തിക്കും ഇത് ആരെടുത്തും പറയാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചതിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളെ രണ്ടുപേരെ അറിയാവുന്ന എല്ലാവർക്കും
നിങ്ങളുടെ വ്യക്തി ചതിച്ചു എന്നുള്ളൊരു കാര്യം അറിയാം. അതിനുശേഷം ഈ ഒരു നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം യഥാർത്ഥത്തിൽ മനസ്സിലായതിനു ശേഷം ആ വ്യക്തിയുടെ കൂട്ടുകാരാണെങ്കിലോ ആ വ്യക്തിയുടെ നേരത്തെ ഏറ്റവും അടുത്ത് നിന്നവർ, ചേർത്ത് പിടിച്ചവരൊക്കെ നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ ശരിക്കും ഉപേക്ഷിച്ച ഒരു മട്ടായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിക്ക് ആരെടുത്തും സഹായം ചോദിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ പേഴ്സണിനെ ശരിക്കും ഒരു രാജാവിനെ പോലെ, ഒരു രാജ്ഞിയെ പോലെ വാഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ശരിക്കും ഒരു പട്ടിയായി. നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഭരിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെയായിരുന്നു ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് നിങ്ങളുടെ വ്യക്തിയെ ഡോമിനേറ്റ് ചെയ്ത് വെറും ഒരു പട്ടിക്ക് തുല്യമാക്കി എന്ന് തന്നെ പറയാം. പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് കൂടിപ്പോവും. ഇത് അതിനേക്കാൾ താഴ്ന്ന സ്ഥാനമുണ്ടോ ആ ഒരു സ്ഥാനമാണ് നിങ്ങളുടെ പേഴ്സണിന് ഈ ഒരു തേർഡ് പേഴ്സൺ കൊടുത്തിരിക്കുന്നത് എന്ന് തന്നെ ഇവിടെ പറയാൻ സാധിക്കും. ഇവിടെ യൂണിവേഴ്സിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെയെങ്കിലും ഒന്ന് മൂവ് ഓൺ ആവണം. അതായത് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് വരുന്നതിനെ കുറിച്ചിട്ട് ആ ചിന്ത മാറ്റണമെന്നല്ല. ഇവിടെ ആക്ച്വലി നിങ്ങളെ ശരിക്കും നിങ്ങളുടെ വ്യക്തി പറ്റിച്ചതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് എന്താണോ സന്തോഷം കിട്ടുന്ന ആ ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ കൊടുക്കണമെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ പിറകെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിറകെ പോവേണ്ടവരല്ല. നിങ്ങളെ അവർ ശരിക്കും അർഹിക്കുന്നില്ല. അവർ നിങ്ങളുടെ പിറകെ പട്ടിയെ പോലെ വരുമെന്ന് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ശരിക്കും അവർ ജീവിതം എന്താണെന്ന് പഠിച്ചു. ഒരു സ്വപ്നലോകത്ത് ഉള്ള ഒരു ജീവിതമായിരുന്നു ഇത്രയും നാൾ നിങ്ങളുടെ വ്യക്തി ജീവിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥ ജീവിതം എന്തായിരുന്നു, യഥാർത്ഥ സ്നേഹം എന്തായിരുന്നു, സത്യം എന്തായിരുന്നു എന്ന് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുകയാണ്. അവർ ശരിക്കും ചതിക്കപ്പെട്ട് നല്ലൊരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനിലൂടെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തത് നിങ്ങൾ തമ്മിലുള്ള കല്യാണം ഉറപ്പിച്ചിരുന്ന സമയത്താകാം. അല്ലെങ്കിൽ നിങ്ങളെ അവർ കല്യാണം കഴിക്കും, നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിനെ കുറിച്ചിട്ട് വീട്ടിൽ സംസാരിക്കാം. ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ബ്രേക്കപ്പിന് ഒരാഴ്ച മുന്നേ വരെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ വ്യക്തി പറഞ്ഞിട്ടുണ്ടാവുക. ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ നിങ്ങളെന്ന വ്യക്തിക്ക് ശരിക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ വരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്, അവർ നിങ്ങളിലേക്ക് വരുമോ, ഇതൊക്കെ അറിയുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ്. തേർഡ് പേഴ്സണിനെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിക്കുക തന്നെ ചെയ്യും. കാരണം അവരുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കുകയില്ല. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മരണതുല്യമാണ് എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ഏകദേശം ബോധ്യപ്പെട്ടിരിക്കുന്നുണ്ട്. നിങ്ങളെ കല്യാണം കഴിക്കണം, അതായത് നിങ്ങൾക്ക് നേരത്തെ തന്ന ആ ഒരു വാക്ക് പാലിക്കണം എന്ന് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഇനി നിങ്ങളുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിശ്വസിക്കുമോ, നിങ്ങൾ അവർക്കൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കുമോ എന്ന് അവർക്ക് നല്ല ഭയമുണ്ട്. പക്ഷെ ആരുടെയൊക്കെയോ അവർ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്ന വ്യക്തി ഇപ്പോഴും സിംഗിളാണോ, മറ്റേതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ. അത് ഇല്ല, അതായത് നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നുള്ള ആ ഒരു ധൈര്യം മാത്രമാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും സന്തോഷമുണ്ട് എന്ന് തന്നെ ഇവിടെ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ എല്ലാം മറന്ന് ആ ഒരു വ്യക്തിയെ സ്വീകരിക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ആ വ്യക്തിക്ക് നിങ്ങൾക്ക് അതായത് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് സെക്കൻഡ് ചാൻസ് കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു കാര്യം ഇപ്പോഴും യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആ ഒരു വ്യക്തി നിങ്ങളെ ഒരിക്കൽ ചതിച്ചതാണ്. അത് ശരിക്കും ചതിച്ചതാണ്. നിങ്ങളെ സാമ്പത്തികപരമായിട്ടും നിങ്ങളുടെ സ്നേഹത്തെ മുതലെടുത്തും എല്ലാം ചതിച്ചതാണ്. ഇത് നിങ്ങളെ യൂണിവേഴ്സ് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് അവരുമായിട്ട് ഇനി ജീവിക്കണോ, ജീവിതം തുടരണോ, അവർക്കിനി ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കണോ എന്നൊക്കെ ഉള്ളത്.
ഇനി ഏറെക്കാലം ഒന്നും നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ വരവിനായിട്ട് കാത്തിരിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നിമിഷം എത്താറായി. ആ ഒരു ദിവസം എത്താൻ ഇനി അധികം കാലം നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ഉടനെ തന്നെ വന്നു ചേരുമെന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തി, ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ, നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ മാത്രമാകുവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ തന്നെയും അത് നിങ്ങളാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരുവാൻ വേണ്ടിയിട്ടുള്ളൊരു റിച്വലാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ചെറിയൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. നിങ്ങളിത് ശരിക്കും ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയറിലിരുന്ന് ചെയ്യണം. പറ്റുവാണെങ്കിൽ രാത്രി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ കയ്യും കാലും മുഖവും എല്ലാം ഒന്ന് വൃത്തിയായി കഴുകി വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഒന്ന് കുളിച്ചിട്ട് വരാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 5 മിനിറ്റ് മതിയാവും. 5 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ, അത് റൈറ്റ് ഹാൻഡിലോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആ ഒരു വലത്തെ കൈയുടെ അടിയിലായിട്ട് നിങ്ങളുടെ ഇടത്തെ കൈയും വെക്കുക. എന്നിട്ട് ഈ ഒരു ഫോട്ടോ കവർ ചെയ്യുക. അതിനുശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. കുറേശ്ശെ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ആഗ്രഹിച്ചിട്ട് വേണം നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുവാൻ. അവരുടെ സ്നേഹമാണെങ്കിൽ സ്നേഹം, അവരുടെ ഫോൺ കോൾ ആണെങ്കിൽ ഫോൺ കോള്, നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഇതെല്ലാം ഒന്നിച്ചാണെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ ആ ഒരു ആഗ്രഹത്തോടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അതിനുശേഷം ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം മാക്സിമം ഒരു 10 സെക്കൻഡെങ്കിലും ശ്വാസത്തെ ഹോൾഡ് ചെയ്യുക. 10 സെക്കൻഡ് നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡെങ്കിലും ഹോൾഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ തുറന്ന് ആ ഒരു ഫോട്ടോയിൽ നോക്കി നിങ്ങളുടെ വായിൽ കൂടി ആ ഒരു കംപ്ലീറ്റ് ശ്വാസത്തെ ആ ഒരു ഫോട്ടോയിലേക്ക് ആക്കുക. അതിനുശേഷം ആ ഒരു ഫോട്ടോ വീണ്ടും കൈകൾ കൊണ്ട് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പേഴ്സണിനെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടും, നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നതായിട്ടും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു ഫോൺ കോൾ ലഭിക്കുമ്പോഴും ആ ഒരു വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണോ വരുന്നത് അത്രത്തോളം സന്തോഷമായിട്ട് നിങ്ങളുടെ ഫേസ് വെക്കുക. അതിനുശേഷം ആ ഒരു ഫോട്ടോ നിങ്ങൾ ഒരു ചെറിയ പേഴ്സിനകത്താക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ബുക്കിനകത്താക്കിയിട്ടോ നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെക്കുക. നിങ്ങൾ ഇത്രയും കാര്യം ചെയ്തതിന് ശേഷം യൂണിവേഴ്സിന് നന്ദി പറയുക. 3 തവണ നന്ദി 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 എന്ന് പറയുക. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു റിച്വലാണ്. ഈ റിച്വൽസ് ഒന്നും ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണൽ റിച്വൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ 2 പേരുടെ പേരും വയസ്സും ഒക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ സിറ്റുവേഷൻസിന് മാച്ച് ചെയ്യുന്നതുമായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെ ആവട്ടെ, ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ, റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലോ നിങ്ങളിലാണെങ്കിലോ ഒരു ബ്ലാക്ക് മാജിക് ബാധിച്ചിട്ടുണ്ട്, കരിയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും അസുഖങ്ങൾ, ഇതെല്ലാമാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ പേഴ്സണൽ റിച്വൽസ് ഉപയോഗിച്ച് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. ആദ്യം തന്നെ പേഴ്സണൽ റീഡിംഗ് എടുത്ത് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനും പേഴ്സണൽ റിച്വൽസ് അതിനും വേണ്ടിയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശവും അഭിപ്രായം കമൻറ്റായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.